ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങളുടെ എനർജി പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങളെന്താണ്, ഇപ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത്. നമ്മൾ ഈ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതേപോലെ ടൈംലെസ് ആണ്. നമ്മളുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയ ആളുകളെയോടാണ് പറയുന്നത്. ചെയ്യാത്ത പുതുതായി വരുന്നവരും ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇടണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സമയത്തിന്. അതുമാത്രമല്ല, നിങ്ങളത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടുന്നത്. അക്കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കാതിരിക്കുക. കാരണം നമ്മളിടുന്ന ഓരോ വീഡിയോസിലും അത് ചെയ്യുന്ന ആളുകളുടെ എനർജിയാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് നമുക്ക് കിട്ടുന്നതും പറയുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ പാസ്റ്റാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പാസ്റ്റിൽ 5 ഓഫ് കപ്സ് എന്ന എനർജിയാണ് നമുക്ക് കിട്ടിയത്. എന്താണ് 5 ഓഫ് കപ്സ് എനർജി? നിലവിലുണ്ടായിരുന്ന നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തട്ടിത്തെറിപ്പിച്ചു പോയി എന്നാണ്. അത് നിങ്ങളെ വളരെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയി എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം വേദന അനുഭവിച്ചു നിങ്ങൾ. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് തട്ടിത്തെറിപ്പിച്ചു ഇട്ട് പോയി എങ്കിലും ഇനി ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ള ആ ഒരു വല്ലാത്ത ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഇനി എനിക്ക് ഇതിനേക്കാൾ നല്ലതായിട്ട്, അല്ലെങ്കിൽ ഇനിയൊന്നും എനിക്ക് കിട്ടാനില്ല എന്നൊക്കെയുള്ള ഒരു ഇത്തരം ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലവരസപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കതിൽ നഷ്ടബോധമുണ്ട്, കുറ്റബോധമുണ്ട്. എനിക്ക് നഷ്ടപ്പെടുത്തി. നിങ്ങളുടെ കയ്യിലെ എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ, ഇനി പാർട്ട്ണറുടെ ആണോ, ഒന്നും അറിയില്ല. എന്നാലും ശരി, നമുക്ക് അടുത്ത കാർഡ്സ് നോക്കട്ടെ, എന്നിട്ട് പറയാം. 9 ഓഫ് സൂട്ട്സ് വന്നിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു എന്നാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം കിട്ടുക? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് കഴിഞ്ഞാൽ ആ ഒരു ആളെക്കുറിച്ചുള്ള ചിന്തകൾ, ആ ഓർമ്മ, ആ മുഖം, ഇതൊക്കെ, ആ ചിരിയൊക്കെ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ്. സദാസമയവും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ ഇതിന് ഒരു ഉത്തരം കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ കുഴങ്ങുന്ന രാത്രിയിൽ നിന്നും നമ്മൾക്ക് എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഉറങ്ങാതെ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടക്കുക. അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക, പിന്നീടും വന്ന് ഉറക്കം എന്ന് പറയുന്ന ആ അവസ്ഥ നിങ്ങളെ കൈവിട്ടു എന്നാണ്. അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് അത്രയും ഗാഠമായ ഒരു പ്രണയം തകർന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. എന്നാൽ കാലാന്തരത്തിൽ, അതായത് ഇപ്പോൾ പ്രസൻറ്റ് വരുന്നത്, നിങ്ങളതിനെ അതിജീവിച്ചു എന്നാണ്. അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു മജീഷ്യൻ്റെ പവറോട് കൂടിയാണ് നിങ്ങളതിനെ അതിജീവിച്ച് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മജീഷ്യൻ അല്ലെങ്കിൽ ഒരു മാന്ത്രിക ഭാവം, എന്തിനേയും എന്നെ അനാഗ്രഹിച്ച പോലെ എന്നിലേക്ക് ഞാൻ കൊണ്ടുവരും എന്നുള്ള ആ അടങ്ങാത്ത അഭിവാഞ്ച എന്നതിനെ പറയാം. അത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ടായി. നിങ്ങൾ ആ രീതിയിൽ അതിന് വളരെ ഒരു എന്താ പറയുക, ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇൻഡ്യൂട്ടീവ് പവർ മൂലം നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഈസി ആയിട്ട് എന്നാണ് ആ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതെ, ഇവിടെ നമുക്ക് ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡ്യൂട്ടീവ് പവർ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ മജീഷ്യൻ പവർ നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളിലേക്ക് വന്നു ചേരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഒരു സ്വന്തമായിട്ടുള്ള അധ്വാനം വേണം ഈ കാര്യത്തിലെന്ന് തോന്നി. കാരണം മറ്റാരോടും പറയാൻ കഴിയാത്ത എന്തോ ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊളിപ്പിച്ച് ഈശ്വരന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ടാണ് ഈ മജീഷ്യൻ പവർ ഇപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരുപാട് പ്ലാൻ ചെയ്തിരിക്കുന്നു നിങ്ങൾ എന്നാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് ചിലർ വ്യാകുലപ്പെട്ടും വിഷമിച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കും. പിന്നെ കരഞ്ഞുകൊണ്ടും സങ്കടവും പറഞ്ഞുകൊണ്ടും പലരോടും പറഞ്ഞുകൊണ്ടും ഒക്കെ നമ്മളിങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ നിന്ന് അകന്നു പോയ ആളുകൾക്ക് വേണ്ടി നമ്മളുടെ സമയം വൃഥ കളയുകയും അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കരിയറും നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കാര്യങ്ങൾ അതേമാതിരിയുള്ള എല്ലാം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ അതുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്ലാനിങ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ പല രീതിയിലുള്ള നന്മകളും വന്നു ചേരുവാൻ നിങ്ങൾക്ക് സമയമായി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എന്താണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ ഇപ്പോൾ ബാലൻസ് ചെയ്തിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ഇമോഷണൽ ഫീലിങ്സ്, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെയെല്ലാം ബാലൻസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ചിന്തകളെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ട് എന്ത് വന്നാലും ശരി എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഇവിടെ എന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെട്ടു എന്നല്ല, സ്നേഹം ഉണ്ട് എങ്കിൽ പോലും അതിനു വേണ്ടി കരഞ്ഞ് വിളിച്ചു കൂകി സമയം കളയാൻ ഇനിയില്ല. വരുമ്പോൾ വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ പൊയ്ക്കോട്ടെ, ആ രീതിയിലുള്ള അതായത് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ചിന്ത നമ്മളിലേക്ക് വന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മളിവിടെ ഈ കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനേയും മെരുക്കിയെടുക്കാനുള്ള ആ ഒരു മാനസിക ബലം ഒക്കെ നമ്മൾ നേടിയെടുത്തിരിക്കുന്നു ഇവിടെ. കിങ് ഓഫ് വാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിംഹത്തിൻ്റെ ആ ഒരു കായിക ശേഷിയും മാനസികമായിട്ടുള്ള ആ ഒരു ധൈര്യവും ഒരു രാജാവിൻ്റെ അതോറിറ്റി പോലെ ഹൃദയത്തിൽ ആ ഒരു അഗ്നിയെ വളർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ പരിപോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ നിങ്ങൾ മുൻപോട്ട് പോയി എന്നാണ് കാണിക്കുന്നത്. സാമ്പത്തികമായിട്ടും ബാക്കി കാര്യങ്ങളുമെല്ലാം അതോടൊപ്പം തന്നെ അതുപോലെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ, അതായത് നമ്മളിപ്പോൾ യൂത്തായിട്ടുള്ള കുറേ കുട്ടികളുടെയൊക്കെ, അതായത് സിംഗിൾസിൻ്റെയൊക്കെ നമ്മളുടെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കുകയും അവരുടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, എംപ്ലോയീസൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അവനവൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും കൂടുതൽ നല്ല നല്ല ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിനെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വളരെ കഠിനാധ്വാനമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് നമ്മളുടേതായ ആ ഒരു നിലയിലേക്ക് നമ്മൾ വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ എന്നാണ് നമുക്കിവിടെ കാണുന്നത്. വളരെ ബോൾഡ്നെസ് നിങ്ങൾ നേടിയിരിക്കുന്നു എന്നാണ്. ക്യൂൻ ഓഫ് സോർട്സ് വളരെ ബോൾഡ്നെസ്സായി, വളരെ എല്ലാവരോടും വളരെ സഹിഷ്ണുതയോടും സ്നേഹത്തോടുകൂടിയും പെരുമാറുന്നതോടൊപ്പം തന്നെ ഒരു രാജ്ഞിയുടെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയൊക്കെ ആ ഒരു പവറിലെത്തി ആ അതോറിറ്റിയിലിരുന്നു കൊണ്ട് പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി നേടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജൈത്രയാത്ര നടത്തുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ഞങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അതൊരു വളരെ ത്രില്ലായിട്ടുള്ള ചില കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ കൊണ്ടുവരാനുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു പ്യുവർ പൊട്ടൻഷ്യൽ, സഡൻ ഇൻസ്പിറേഷൻ, ന്യൂ ബിഗിനിങ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫയർ എലമെൻ്റാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ
ആ ഫയർ എലിമെൻറ്റിൽ തന്നെ വളരെ സ്പാർക്കായിട്ടുള്ള ചില പാഷൻസ്, ക്രിയേറ്റിവിറ്റി, വിൽ പവർ, ഇതൊക്കെ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഐഡിയാസ്, ബ്രില്യൻ്റ് ഐഡിയാസൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഒരു പുതിയ കാഴ്ചപ്പാട് ഇവിടെ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. പുതിയ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ പുതിയ 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 ചിന്തകൾ, പുതിയ പുതിയ തുടക്കങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ, നിങ്ങളുടെ വർക്കുകൾ, നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ശരി, അത് ഇപ്പോൾ ബിസിനസ്സാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു എംപ്ലോയി ആകാം, എന്തും ആവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പുതിയ 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 കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ 2 ഓഫ് കപ്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് പ്രണയത്തിൻ്റെ കാർഡാണ്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രണയം തരട്ടിൽ, പ്രണയം എന്ന് പറഞ്ഞാൽ ആ പ്രണയത്തിൻ്റെ ഏറ്റവും ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന കാർഡാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതേമാതിരിയുള്ള ഒരു വ്യക്തി കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു സോൾമേറ്റ് ആണെന്നാണ് കാണുന്നത്. നമുക്കൊരു സോൾമേറ്റ് ബന്ധം. അപ്പോൾ ആദ്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞൊരു ബന്ധം, ആ ബന്ധത്തിനെക്കുറിച്ച് പിന്നീട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ നിങ്ങളിപ്പോൾ മറന്നുപോയിരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ അതൊന്നും അല്ല ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴാണ്? അനുഭവങ്ങളിലൂടെയാണ്, അല്ലേ? ആ അനുഭവങ്ങൾ നിങ്ങൾക്കിവിടെ ധാരാളമായിട്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ നേടിയെടുത്തതും ഒക്കെ. നമ്മൾ ഒരു ചില സങ്കടങ്ങൾ, ചില ദുരന്തങ്ങൾ, ചില വേദനകൾ നമ്മളെ ഒരു അത്യുന്നതമായ പദവിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ചിലത് നമ്മളെ അധപതനത്തിലേക്കും കൊണ്ടുപോകും. എന്നാൽ ഇവിടെ നിങ്ങൾ വളരെ ഉയരത്തിലേക്കാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡിവൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബന്ധം, നിങ്ങളുടെ യഥാർത്ഥ ബന്ധം വന്നു ചേരാൻ ഇവിടെ കാത്തു നിൽക്കുന്ന പോലെയാണ്. അതായത് നിങ്ങളിലേക്ക് പലർക്കും ഇതിനോടകം വന്ന് ചേർന്നിട്ടുണ്ടാകണം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ അതിനെയാണ് നമുക്ക് പറയാം. പ്രസൻറ്റ് കണ്ടീഷനിൽ കൂടെ ആണെങ്കിലും ഇതൊരു ഫ്യൂച്ചറിലേക്കുള്ള ആ കാൽവയ്പ്പാണെന്ന് നമുക്കിവിടെ നിസ്സംശയം പറയാം. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്. ഇത് വളരെ മനോഹരമായൊരു കാർഡാണ്. അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തോടു കൂടി നിങ്ങളെ സ്നേഹിക്കാൻ, 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ ആ ആൾ നിങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സമയമായിരിക്കുന്നു എന്നാണ് നമുക്കിത് കാണിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു അനുഭവം നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആ പാസ്റ്റിലുണ്ടായ അന്ന് നിങ്ങൾ കരഞ്ഞു വിളിച്ച്, നിലവിളിച്ച്, സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട്, ഉറക്കം പോലും ഇല്ലാതെ ഇരുന്ന ആ രാത്രികളെ ഇപ്പോൾ ഓർത്ത് മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾക്ക് അന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത് നമുക്കങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതെത്ര ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ലീല എന്ന് തന്നെ പറയാം. ഡിവൈൻ ഒരു പ്ലേ അവിടെ നടത്തി എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് വേണ്ടാത്തതിനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈശ്വരൻ തന്നെ എടുത്തു മാറ്റുമ്പോഴാണ് നമുക്ക് വേദനയൊക്കെ വരുന്നത്, അല്ലേ? പക്ഷേ അവിടെ നിന്ന് നമ്മളൊരു കുതിച്ച് ചാട്ടമായിരിക്കും മുമ്പിലേക്ക്. അത് നമ്മുടെ കരിയറാകാം, ഫിനാൻസാകാം, അല്ലെങ്കിൽ അതേമാതിരിയുള്ള ജീവിതം, ലൈഫ് തന്നെയാകാം. അവിടെ പ്രണയമാകാം, റിലേഷൻഷിപ്പ് നമുക്ക് പുതുത് വരുന്നതാകാം, എന്തുമാവട്ടെ. അവിടുന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് വളരെ ഉയരങ്ങളിലേക്കാണ്. ആ അനുഭവമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കാണിക്കുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ ഫൂൾ ആണ്. ദ ഫൂൾ എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് ആണ്. ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു. നിങ്ങളുടെ സിംഗിൾസൊക്കെ ആണെങ്കിൽ ഒരു മാരേജ്, ഒരു പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു. അതുപോലെ തന്നെ മാരീഡൊക്കെ ആയിരുന്ന ആൾക്കാരാണ്, ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ വിഷമങ്ങളോ നിങ്ങളെ അലട്ടിയിരുന്നു എങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു മോചനം പോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. പുതിയൊരു ജീവിതം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. പുതിയതായിട്ട് എന്തും നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ പോലെയുള്ള അതർ റിലേഷൻഷിപ്പ് എന്തും ആവട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഇത് എല്ലാം ബാധകമാണ്. കാരണം ഏത് ബന്ധം എന്ന് ഞാനിവിടെ പറയാൻ ഇല്ലേ, അങ്ങ് ഏത് ബന്ധമാണെങ്കിലും അത് സക്സസ് ആകാൻ പോകുന്നു എന്നാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഉള്ള ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ജീവിതത്തെ മുന്നോട്ടുള്ള ആ ഒരു പാതയിലേക്ക് നയിക്കാനും
ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്നു. വളരെ സന്തോഷകരമായ ജീവിതത്തിനെ സന്തോഷത്തോടു കൂടി ഈശ്വരൻ്റെ പാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളതിനെ സ്വീകരിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാവർക്കും വളരെ പിന്നെ നല്ല ഒരു സന്ദേശവും അതുപോലെ തന്നെ വളരെ നല്ല ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് എനർജിയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ആരുടെയൊക്കെയോ എനർജിയാണിത്, എനിക്കറിയില്ല ആരുടെയൊക്കെയാണെന്ന്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.